ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 32 പേരെയാണ് കാണാതായത്. നീണ്ട തിരച്ചിലിനൊടുവിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇവരെ മരിച്ചതായി കണക്കാക്കുകയായിരുന്നു. അവരിൽ ഒരാളാണ് രാമസ്വാമി. രാമസ്വാമിയുടെ സഹോദരി മാരിയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. സഹോദരനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഉരുൾപൊട്ടൽ രാത്രി ഞങ്ങളകത്ത് കിടക്കുകയായിരുന്നു. കിടക്കുമ്പോൾ 1:20 ഉരുൾപൊട്ടലുണ്ടായി. പക്ഷേ ഞാനും അച്ഛനും പേരക്കുട്ടിയും ഞങ്ങൾ ഫ്രണ്ടിൽ കൊലയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മോൻ നടുറൂമിൽ കിടക്കുന്നത്. അവൻ മലപ്പുറത്ത് ജോലി എടുക്കുകയായിരുന്നു. അവിടുന്ന് എൻ്റെ കുട്ടി വാവിന് വെച്ചു കൊടുക്കാൻ വേണ്ടി വന്ന 3-ാം ദിവസമാണ് ഈ ഉരുൾപൊട്ട്. അങ്ങനെ മോൻ എന്താക്കി, ഒച്ച കേട്ടപ്പോൾ അമ്മ വിളിച്ചു. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വേഗം എണിച്ച് ഞാൻ എന്താ മോനെ ചോദിച്ചപ്പോൾ അമ്മ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്, ചെറിയ പിള്ളേരെ ഒച്ചയും വലിയവരെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ 4 പേരും ഇങ്ങനെ മോനെ എണിച്ച് ഓടി വന്ന്. എൻ്റെ മോൻ്റെ മോനുണ്ട് പേരക്കുട്ടി അവിടെ കിടക്കുന്നത്. അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കട്ടിൽ എന്തോ ഒരു ഒച്ചയും എൻ്റെ കട്ടിലിങ്ങനെ പൊന്തുകയാണ് അച്ഛാ പറഞ്ഞു. അങ്ങനെ അവനും കരഞ്ഞിട്ട് ഓടി വന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ 4 ആൾ നിൽക്കുക. അതിലാണ് വെള്ളം ഇങ്ങോട്ട് അടിച്ച് വന്ന് കല്ലും മണ്ണൊക്കെ അടിച്ച് വന്ന് മൂപ്പരെ കാല് പരുക്കായി എന്നല്ല, പിന്നെ ഞങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ല. അങ്ങനെ എൻ്റെ മോൻ എന്താക്കി, അച്ഛനും മോനും കൂടെ പിടിച്ച് തോളിൽ കൈയിട്ട് അച്ഛനെ വലിച്ച് നേരെ ഫ്രണ്ടിൽ ഇങ്ങനെ മുന്നിൽ റോഡ് സൈഡാണ് വീട്. അവിടെ അങ്ങോട്ട് മേലേക്ക് കയറി. ഞങ്ങൾ മേലെ കയറി ഒരു കാപ്പിക്കാട്ടിൽ നേരം വെളുക്കുന്നവരെ മഴയും കൊണ്ട് ഇട്ട ഡ്രസ്സോടെ നേരം വെളുക്കുന്നവരെ മഴയും കൊണ്ട് ആനക്കാട്ടിൽ നിന്ന് പിറ്റേ ദിവസം നേരം വെളുത്ത് 6:00-ക്കാണ് ജനങ്ങൾ ഓടി വരുന്നത്. അതിലെ ഓടി വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചേട്ടന്മാരെ പള്ളിയിൽ നിർത്തി ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ തന്ന് തലയ്ക്ക് തോർത്തൊക്കെ തന്ന് അങ്ങനെ ക്യാമ്പിൽ കൊണ്ടുവന്ന് വിട്ട് അവിടെ ഞങ്ങൾ ഒരു 2-3 ആഴ്ച അവിടെ നിന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ രാമസ്വാമി പോയത് അറിഞ്ഞിരുന്നോ? ഇല്ല, അറിയില്ല. ഞങ്ങൾ ഓടിക്കേറിയതല്ലേ, ഏട്ടൻ പോയതൊന്നും അറിയില്ല. ആരാ പോയി എന്നൊന്നും ഞങ്ങൾ അറിയില്ല. അയൽവാസിക്കാർ ആരൊക്കെയാ പോയതെന്നൊന്നും അറിയില്ല. ഞങ്ങളെ ജീവനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ 1 മിനിറ്റ് സെക്കൻഡ് അവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. ഞങ്ങൾക്കൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഓടിയതാ. വലിയ വേദനയാണ് അവരൊക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യം അത് തുടരണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. വയനാട്ടിൽ നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.